യൂത്ത് ഫോർ ക്രൈസ്റ്റ്. യൂത്ത് ഫോർ ക്രൈസ്റ്റിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ദൈവത്തിൻ്റെ കരസ്പർശനമേറ്റ ഒരു കൂട്ടം യുവജനങ്ങളെയാണ് കഴിഞ്ഞ എപ്പിസോഡിൽ നാം കണ്ടത്. കൂടുതൽ പ്രവർത്തിക്കാൻ, കൂടുതൽ പ്രാർത്ഥിക്കുന്ന ഇവരുടെ വിശേഷങ്ങൾ തുടരുന്നു. യൂത്ത് ഫോർ ക്രൈസ്റ്റ്. എനിക്ക് ഒത്തിരിയേറെ സന്തോഷമുണ്ട് എൻ്റെ മറ്റൊരു സുഹൃത്തിനെ പരിചയപ്പെടുത്തുവാൻ. സെബിൻ, ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു, അവന് ബിടെക് എൻജിനീയറിംഗ് സ്റ്റുഡൻ്റ് ആയിരുന്നു. മെക്കാനിക്കൽ എൻജിനീയറാണ് നിലവിൽ. അവൻ്റെ ജീവിതത്തിൽ അവൻ്റെ നല്ലൊരു ഭാഗം കർത്താവിന് വേണ്ടിയിട്ട് മാറ്റി വെച്ചിരിക്കുകയാണ്. ഒരു 1 ഇയർ ഈശോയ്ക്ക് വേണ്ടി പ്രവർത്തിക്കാനായിട്ട് അവൻ മാറ്റി വെച്ചിരിക്കുകയാണ്. അതിനെക്കുറിച്ച് നമുക്കൊന്ന് കേൾക്കാം. ഞാൻ എൻ്റെ ബിടെക് പഠന കാലയളവിൽ തന്നെ ഈശോ എനിക്ക് ആലുവയിൽ നല്ലൊരു സുഹൃത്ത് ബന്ധം ഒരുക്കി തന്നിരുന്നു. ഈശോയുടെ ഒപ്പം ഈശോയുടെ സ്നേഹം അറിഞ്ഞ് ജീവിക്കുന്ന ഒരു പറ്റം കൂട്ടുകാരെ എനിക്ക് നൽകി. അങ്ങനെ ഞാൻ ജിസ് യൂത്ത് ആലുവ സബ്സോണിൻ്റെ ഭാഗമായി ഞാൻ പ്രവർത്തിക്കാൻ തുടങ്ങി. പിന്നീട് ഈശോ വ്യക്തിപരമായി എനിക്ക് ഒത്തിരി അനുഭവങ്ങൾ, ഈശോയുടെ സ്നേഹം അറിയിച്ചു തന്ന് എനിക്ക് ഒത്തിരി അനുഭവങ്ങളുണ്ടായി. അങ്ങനെ എൻ്റെ പഠനത്തിൻ്റെ അവസാന വർഷമായപ്പോഴത്തേക്കും എനിക്ക് ഉള്ളിൽ നിന്ന് തന്നെ ഈശോ ഒരു പ്രചോദനം തന്നു. എന്തുകൊണ്ട് എല്ലാവരും ജോലിക്കൊക്കെ തേടിയറിഞ്ഞ് നടക്കുമ്പോൾ നിനക്ക് 1 വർഷം ഈശോയ്ക്ക് വേണ്ടി മാറ്റിവെച്ചുകൂടാം? അങ്ങനൊരു ചിന്ത എനിക്ക് ഈശോ തന്നു. പിന്നീട് ഞാൻ എൻ്റെ അനിമേറ്റർ അച്ഛനും സിസ്റ്ററൊക്കെ സംസാരിച്ചു, എൽഡേഴ്സായി സംസാരിച്ചു. അപ്പോൾ അവരുടെ എല്ലാം പ്രാർത്ഥനയിൽ നിന്നും ഈശോ ഇത് ആഗ്രഹിക്കുന്നതാണ് എന്ന് ഉള്ളൊരു ബോധ്യം എനിക്ക് കിട്ടി. അങ്ങനെ ഞാൻ എൻ്റെ ഈ ഒരു മിഷൻ കോളിനെ ഞാൻ സ്ഥിരീകരിക്കുകയായിരുന്നു. പിന്നീട് 1 വർഷം ഞാനിപ്പോൾ ഓൺഗോയിങ് ആണ്. 1 വർഷം എൻ്റെ ഒരു മിഷൻ ഇയറായിട്ട് ഞാൻ തിരഞ്ഞെടുത്ത് ഇപ്പം ഞാൻ ആലുവ സബ്സോണിൻ്റെ കോർഡിനേറ്ററാണ്. ഈശോ നയിക്കുന്നത് പോലെ, പരിശുദ്ധാത്മാവ് ആഗ്രഹിക്കുന്നത് പോലെ ഒത്തിരി പ്രോഗ്രാംസ് ഇവിടെ അറേഞ്ച് ചെയ്യാനും ഒത്തിരി യുവാക്കളെ ഈശോയിലേക്ക് അടുപ്പിക്കാനൊക്കെ എൻ്റെ കൂട്ടുകാരോടൊപ്പം നിന്ന് തന്നെ എനിക്ക് ഓരോ കാര്യങ്ങൾ ചെയ്യാനുള്ള കൃപ ഈശോ ഒത്തിരി നൽകുന്നത് എനിക്കിപ്പോൾ അനുഭവിക്കാൻ പറ്റുന്നുണ്ട്. ഈ ഒരു മിഷൻ ഇയർ വലിയൊരു ബ്ലെസ്സിങ് ആയിട്ട് തന്നെ ഞാൻ കണക്കാക്കുന്നു. അതെനിക്ക് ഓരോ നിമിഷവും ഓരോ ദിവസവും എനിക്ക് അനുഭവിക്കാൻ പറ്റുന്നുണ്ട്. ഓരോ ദിവസം ഞാൻ വിലയിരുത്തുമ്പോൾ ഈശോ എന്നെ നയിക്കുന്നു എന്നുള്ള പൂർണ്ണ ബോധ്യം എനിക്ക് അനുഭവിക്കാൻ സാധിക്കുന്നുണ്ട്. എനിക്ക് ഒത്തിരിയേറെ സന്തോഷമുള്ള ഒരു കാര്യമാണ് എൻ്റെ കൂട്ടത്തിലുള്ള ആൽബർട്ട് ചേട്ടനെ ഇൻട്രൊഡ്യൂസ് ചെയ്യുക എന്നുള്ളത്. കാരണം അദ്ദേഹത്തിൻ്റെ യുവത്വത്തിൽ കർത്താവിനെ തിരിച്ചറിയാനായിട്ട് ഈശോ അനുവദിച്ചിട്ടുള്ള വ്യക്തിയാണ്. തുടർന്ന് ഈശോയ്ക്ക് വേണ്ടി ജീവിതത്തിൻ്റെ നല്ല കാര്യങ്ങൾ മാറ്റിവെച്ചിട്ടുള്ള വ്യക്തിയാണ്. ഇന്ന് ഞാൻ എടുത്തു പറയുമ്പോൾ എനിക്ക് തീർച്ചയായിട്ടും പറയാനായിട്ട് സാധിക്കും, ആലുവയിൽ നേരത്തെ ഞാൻ സൂചിപ്പിച്ചതുപോലെ എല്ലാ ശനിയാഴ്ചയും ഒരു 200-ലധികം ആളുകൾക്ക് ഭക്ഷണം കൊടുക്കുന്ന ഒരു മിനിസ്ട്രിയുണ്ട്. അതിനെ ചുക്കാൻ പിടിക്കുക, അതിനുവേണ്ടി ഏറ്റവും അധികമായിട്ട് സ്വന്തം ജീവിതത്തിലെ ഒരു ദിവസം, ആഴ്ചയിൽ ഒരു ദിവസം വർക്കിംഗ് ഡേ തന്നെ മാറ്റിവെച്ച് പ്രവർത്തിക്കാനായിട്ട് ഈശോ പ്രേരണ കൊടുത്തപ്പോൾ യാതൊരു മടിയും കൂടാതെ യെസ് ലോർഡ് എന്ന് പറഞ്ഞിട്ട് അതിന് മുന്നോട്ട് പോകുന്ന ഒരു വ്യക്തിയാണ്. അദ്ദേഹത്തെ നമുക്കൊന്ന് ശ്രമിക്കാം. വിശ്വസിച്ചായിരിക്കട്ടെ. ഞാൻ ഏതാണ്ട് 19 വയസ്സിൽ ഒരു ധ്യാനം കൂടുവാനും അതിലൂടെയാണ് ഞാൻ ഈശോയെ തിരിച്ചറിയുവാനും ഈശോയ്ക്ക് വേണ്ടി ജീവിക്കുവാനുമായിട്ട് എനിക്ക് സാധിച്ചത്. അതിനെ തുടർന്ന് ഞാൻ വിവാഹം കഴിക്കുകയും 24-ാമത്തെ വയസ്സിന് വിവാഹം കഴിച്ചു. എനിക്ക് ഏറ്റവും ഭാഗ്യമെന്ന് പറയാനായിട്ടുള്ളത് എൻ്റെ ഭാര്യ തന്നെയാണ്. അവൾ ചെറുപ്രായത്തിൽ തന്നെ ജിസ് യൂത്തിൻ്റെ ഏറ്റവും എൽഡേഴ്സായ ജോപ്പൻ ചേട്ടൻ്റെ, അതുപോലെ പഴയ ഒത്തിരി മുമ്പുള്ള ജിസ് യൂത്തിൽ അംഗങ്ങളുടെ കൂടെ ഇരുന്ന് അവർക്ക് പ്രവർത്തിക്കുവാനും, അന്നേ മുതൽ അവളൊരു ജിസ് യൂത്തിൽ വളരെ ആക്റ്റീവായിട്ട് പ്രവർത്തിച്ചൊരു മെമ്പറെയാണ് എനിക്ക് ദൈവം ഏറ്റവും സമ്മാനമായിട്ട് നൽകിയ ജീവിത പങ്കാളിയായിട്ട്. അതിലൂടെ എനിക്ക് ലഭിച്ച ഒത്തിരി കൃപകൾ എന്ന് പറയാനായിട്ടുണ്ടെങ്കിൽ, ഞാൻ ആലുവയിൽ സെറ്റിലാവുകയും ആലുവയിൽ ഈ ജിസ് യൂത്തിൻ്റെ മെമ്പേഴ്സിൻ്റെ ഒപ്പം, ഈ മക്കളുടെ ഒപ്പം കൂടെ ഒരുമിച്ചിരുന്ന് പ്രാർത്ഥിക്കുവാനും അതിലൊത്തിരി കാര്യങ്ങൾ പ്രാർത്ഥന അത് പ്രവർത്തനമാക്കുവാനും സാധിച്ചു എന്നുള്ളതാണ് എനിക്ക് ഏറ്റവും ഈശോയിൽ എടുത്തു പറയത്തക്ക സമ്മാനമായിട്ട് ഞാൻ കണക്കാക്കുക. എനിക്ക് ഞാൻ പറയുകയാണെങ്കിൽ അറിയാം, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഞങ്ങൾ നസ്രത്ത് പ്രാർത്ഥന കൂട്ടായ്മയുടെ കീഴിൽ, കപ്പ് ചച്ചന്മാരുടെ കീഴിൽ ജിസ് യൂത്തിൻ്റെ എല്ലാം സപ്പോർട്ടോടു കൂടി ഞാനും ഇപ്പോൾ അവരുടെ ജോഷി, മാർട്ടിൻ, അതുപോലെ ബിജു അച്ഛൻ, ഒത്തിരി അമ്മമാർ, ഇവരൊക്കെ ഒരുമിച്ചിരുന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുകയും അതിലൂടെ ഞങ്ങൾ ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ കുറച്ച് മക്കൾക്കെങ്കിലും കുറച്ച് ഭക്ഷണം കൊടുക്കുവാനായിട്ട്, ഒരു നേരത്തെ വിശപ്പ് മാറ്റുവാനായിട്ട് ഞങ്ങൾക്ക് സാധിക്കുമെങ്കിൽ അത് ഒത്തിരി നന്നായിരിക്കുകയില്ലേ എന്ന് ആലോചിച്ച് പ്രാർത്ഥിച്ച് തീരുമാനമെടുത്തതിന് ഫലമായിട്ട് ഞങ്ങൾ കുറച്ച് പേര് ആദ്യ കാലഘട്ടങ്ങളിൽ ഓരോ വീടാന്തരം കയറി ഇറങ്ങി ഞങ്ങൾ ഓരോ പൊതിച്ചോറായിട്ടാണ് ഞങ്ങൾ ഈ ഭക്ഷണ സംരംഭം, ശുശ്രൂഷ സംരംഭം ആരംഭിച്ചത്. അത്
കാലക്രമേണ ഈ പൊതിച്ചോറ് എന്നുള്ള ആ ഒരു പരിപാടി നിർത്തി ഞങ്ങൾക്കത് ഒരുമിച്ച് ഭക്ഷണം വെച്ച് ഞങ്ങൾ പാകം ചെയ്ത് ഞങ്ങളുടെ കൂട്ടായ്മ വളർത്തുവാനും വളരുവാനുമുള്ള ഒരു സാഹചര്യം ഉണ്ടാകുവാനായിട്ട് തമ്പുരാൻ ഇടവരുത്തി. ഞങ്ങൾ നസ്രത്ത് പള്ളിയോട് ചേർന്ന് അസീസി മന്ദിരത്തിൽ ഞങ്ങൾ ഒരു 40-40ഓളം വരുന്ന കുറച്ച് അമ്മമാരും ഞങ്ങളുടെ ജിസ് യൂത്തിൻ്റെ എല്ലാം ഞങ്ങളുടെ കുഞ്ഞുങ്ങളുടെ എല്ലാം സഹപ്രവർത്തകരുടെ എല്ലാം സപ്പോർട്ടോടു കൂടി ഞങ്ങൾ ഭക്ഷണം പാകം ചെയ്ത് നല്ല കൊതിയൂറുന്ന ഏറ്റവും മെന്മയേറിയ ഭക്ഷണങ്ങൾ കൊടുക്കുവാനായിട്ട് ഞങ്ങൾക്ക് സാധിക്കുന്നു. ഞങ്ങൾ ഇതിനുള്ള ഫണ്ട് ആദ്യ കാലഘട്ടങ്ങളിൽ ഞങ്ങൾക്ക് ഇതെങ്ങനെ ഈ ഫണ്ട് എങ്ങനെ ഉണ്ടാക്കാൻ പറ്റും, ഈ ഭക്ഷണം പാകം ചെയ്യാനുള്ള പാത്രങ്ങൾ ഇതുപോലെ സംഭവങ്ങൾ എങ്ങനെ അത് കളക്ട് ചെയ്യാൻ പറ്റും ഞങ്ങൾ സംശയിച്ച സമയങ്ങളിലെല്ലാം ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിച്ചപ്പോൾ ഏതാണ്ട് ഇപ്പോൾ ഒരു 80,000 മേലെ ഈ ഭക്ഷണം പാകം ചെയ്യാനുള്ള പാത്രങ്ങളെല്ലാം ഞങ്ങൾക്ക് ദൈവകരങ്ങളിലാൽ പല വ്യക്തികളിലൂടെ ഞങ്ങൾക്ക് തരപ്പെടുവാനായിട്ട് ദൈവം ഇടവരുത്തി എന്നുള്ളതാണ് ഏറ്റവും പറയത്തക്ക സംഭവം. ഇതുപോലെ ഓരോ സമയങ്ങളിൽ ഇപ്പോൾ ഞങ്ങൾക്ക് പറയുകയാണെങ്കിൽ ഇപ്പോൾ പ്രത്യേകിച്ച് പറയുകയാണെങ്കിൽ ഈ ഭക്ഷണത്തിനുള്ള ഫണ്ട് ഓരോ ആഴ്ചകളിൽ ഏതാണ്ട് 6,000-7,000 രൂപ അടുത്ത് ഞങ്ങൾക്ക് ഫണ്ട് ആവശ്യമായിട്ട് വരുന്ന ഒരു സാഹചര്യമുണ്ട്. ഈ ഫണ്ടെല്ലാം ഞങ്ങൾക്ക് ലഭിക്കുന്നത് നമ്മൾ ചിന്തിക്കും ഒത്തിരി പണമുള്ളവരല്ല ഞങ്ങൾക്ക് ആ ഫണ്ട് തരുന്നത്. ഞങ്ങൾക്ക് പലപ്പോഴും ശ്രദ്ധിക്കപ്പെടാൻ സംഭവിച്ചാൽ ഇപ്പോൾ കഴിഞ്ഞ ആഴ്ച ഒരു കൽപ്പണിക്കാരൻ എല്ലാ ആഴ്ചകളിലും 10 കിലോ അരി വെച്ച് അത് ചുമന്ന് ഞങ്ങളുടെ അടുത്തേക്ക് കൊണ്ട് തരുന്നു. അതുപോലെ ഒത്തിരി കടബാധ്യതയുള്ള ഒരു വ്യക്തി റോഷൻ, ഞാൻ പേര് തന്നെ എടുത്ത് പറയട്ടെ, റോഷൻ എന്ന വ്യക്തി എല്ലാ ആഴ്ചകളിലും ഞങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള പച്ചക്കറി എല്ലാ ആഴ്ച ഏതാണ്ട് ഒരു മാസം ഒരു 4,000-5,000 രൂപയോളം ഈ പച്ചക്കറിക്ക് തന്നെ വരും. ഇങ്ങനെയുള്ള ശക്തമായ കരങ്ങളിലൂടെ തമ്പുരാൻ പ്രവർത്തിച്ച് ഈ ഭക്ഷണം അത് പാകം ചെയ്ത് ഈ ഹോസ്പിറ്റലിലേക്ക് കൊണ്ട് കൊടുക്കുമ്പോൾ ഈ അമ്മമാർ കഴിക്കുമ്പോൾ ഈ കഴിഞ്ഞതിന് മുമ്പത്തെ ആഴ്ച ഞങ്ങൾ ഭക്ഷണം കൊടുത്ത കഴിഞ്ഞപ്പോൾ ഒരു ഉമ്മ പറഞ്ഞൊരു കാര്യം ഞാൻ ഓർക്കുകയാണ്. ഉമ്മ ഈ ഭക്ഷണം മതിയോ ഇനി വേണമെന്ന് ചോദിച്ചപ്പോൾ ഉമ്മ പറഞ്ഞു വെച്ചാൽ എനിക്ക് മതി മക്കളെ, എനിക്ക് എൻ്റെ വയറ് നിറഞ്ഞു. ഒരു വാക്ക് പറഞ്ഞു, നിങ്ങളെ പടച്ചോൻ ഹയറാക്കട്ടെ എന്നൊരു വാക്കും കൂടി ആ ഉമ്മ പറഞ്ഞപ്പോൾ അതൊക്കെയാണ് ഞങ്ങളുടെ പ്രതിഫലം. ഞങ്ങൾ ദൈവത്തിന് വേണ്ടിയിട്ട് ഒരു ദിവസം മാറ്റി വയ്ക്കുമ്പോൾ അത് ഒത്തിരി കൃപയായിട്ട് ഞങ്ങളുടെ കുടുംബങ്ങളിലേക്കും ഞങ്ങളുടെ സമൂഹത്തിലേക്കും ഒഴുക്കുവാനായിട്ട് ഞങ്ങൾക്ക് സാധിക്കുന്നു എന്നുള്ളതാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. ഞാൻ എടുത്തു പറയും, എനിക്ക് 46 വയസ്സായെങ്കിലും ഞാൻ ഇന്നും ഈശോയുടെ പ്രായത്തിൽ തന്നെ നിലനിൽക്കുന്നുവെങ്കിൽ എൻ്റെ ഈശോയോടൊപ്പം പ്രാർത്ഥിക്കുവാനും എൻ്റെ ഈശോയോടൊപ്പം ചേർന്നിരിക്കുവാനും എൻ്റെ ഈശോ അനുഗ്രഹിച്ച് തന്ന എൻ്റെ ഈ ജിസ് യൂത്ത് കൂട്ടായ്മ അതുപോലുള്ള എല്ലാ കൂട്ടായ്മകളൊപ്പം ആയിരിക്കുവാൻ ഇടപെടുമ്പോഴെല്ലാം ഞാൻ എൻ്റെ പ്രായം മറന്ന് എല്ലാം മറന്ന് ഞാൻ ഈശോയോടൊപ്പം യുവാവായിട്ട് ഞാൻ ഈ മക്കളോടൊപ്പം സഹകരിക്കാനായിട്ട് ഇത്രയും വലിയ കാര്യങ്ങൾ ഈശോയെ കൊണ്ട് ചെയ്യുവാനായിട്ട് സാധിക്കുന്നു. ഇനിയും അനേക കാര്യങ്ങൾ ഞങ്ങളുടെ മനസ്സിലുണ്ട്. ഈ ജിസ് യൂത്തിൽ മെമ്പേഴ്സിന് കൂടെ ഇരുന്ന് ഞങ്ങൾ ഒത്തിരി മക്കൾക്ക് വേണ്ടിയിട്ട് എന്തെങ്കിലും ചെയ്യുവാനായിട്ട് ഞങ്ങൾ മനസ്സ് എപ്പോഴും ഞങ്ങൾ പ്രാർത്ഥിക്കുകയും തീരുമാനമെടുക്കുകയും ചെയ്യുന്നൊരവസ്ഥയാണ്. ഞങ്ങൾ ഈ അടുത്ത സമയങ്ങളിലെല്ലാം ഇനി ഓരോ കുടുംബങ്ങളിലേക്ക്, ഏറ്റവും പാവപ്പെട്ട കുടുംബങ്ങളിലേക്ക് കയറി ചെന്ന് അവർക്ക് വേണ്ടിയിട്ടുള്ള ഭക്ഷണം അതുപോലെ മരുന്ന് ഇങ്ങനെയുള്ള സംഭവങ്ങളെല്ലാം എത്തിക്കാനായിട്ട്, പിന്നെ വഴിവക്കിലുള്ള ഞങ്ങളുടെ പാവപ്പെട്ട സഹോദരങ്ങളിലേക്ക് ഒരു നേരത്തെ ഭക്ഷണം എത്തിക്കുവാനായിട്ട് ഞങ്ങൾ ഒത്തിരി കാര്യങ്ങൾ പ്ലാൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇനി എല്ലാത്തിനും വേണ്ടിയിട്ട് ഞങ്ങൾ സേവിക്കുന്ന എല്ലാവരും ഞങ്ങൾക്ക് പ്രത്യേകം പ്രാർത്ഥിക്കണം എന്ന് മാത്രമേ എനിക്ക് ഈ അവസരത്തിൽ അറിയിക്കാനുള്ളൂ. Youth for Christ. ഏകദേശം 16 വർഷങ്ങളോളമായി നസ്രത്ത് എന്ന് പറയുന്ന ഞങ്ങളുടെ ചെറിയ ആശ്രമ ദേവാലയത്തിൽ ജീസസ് യൂത്തുകാർ എല്ലാ ഞായറാഴ്ചയും രാത്രി 8 മണി മുതൽ 9:30 വരെ പ്രാർത്ഥിക്കുന്ന ഒരു നല്ല മനോഭാവം. ഞാനിവിടെ വന്നിട്ട് ഇപ്പോൾ 2 വർഷമാകുന്നതേയുള്ളൂ. ഞാൻ വന്നതിന് ശേഷം പതുക്കെ അവരുടെ ചിന്തകൾ വെറും പ്രാർത്ഥനയിൽ മാത്രം ഒതുക്കി നിർത്താതെ തങ്ങളുടെ ജീവിതത്തിലൂടെ എന്തൊക്കെയാണ് സാധാരണ ജനങ്ങൾക്ക്, പ്രത്യേകിച്ച് ഏറ്റവും കഷ്ടപ്പെടുന്ന ദരിദ്രരായിട്ടുള്ളവർക്ക് എന്താണ് ഞങ്ങളുടെ ജീവിതത്തിലൂടെ ചെയ്യുവാനും കൂടിയായിട്ട് സാധിക്കുക എന്ന് ചിന്തിക്കുവാനായിട്ട് തുടങ്ങിയതിൻ്റെ ഫലമായിട്ട് ഈ ഗ്രൂപ്പിൽ നിന്ന് തന്നെ ഉദയം ചെയ്ത ഒരു നല്ല ചിന്ത ഇതായിരുന്നു. ആലുവയിലെ ഗവൺമെൻറ് ആശുപത്രിയിലെ ആഴ്ചയിൽ ഒരിക്കൽ ഉച്ചയ്ക്ക് ഭക്ഷണം കൊടുക്കാം എന്ന ഒരു ചിന്ത കടന്നു വരികയാണ്. ആദ്യ കാലഘട്ടങ്ങളിൽ ചെയ്തുകൊണ്ടിരുന്നത് ഇപ്രകാരമാണ്. പല വീടുകളിൽ നിന്നും 1-2 പൊതി ചോറുകൾ കളക്ട് ചെയ്തുകൊണ്ട് ശനിയാഴ്ച ദിവസങ്ങളിൽ അവിടെ എത്തിക്കുന്ന ഒരു പതിവ് ഉണ്ടായിരുന്നു. എന്നാൽ പിന്നീട് ആ പൊതിച്ചോറുകൾ കൊണ്ട്
തികയാത്ത ഒരു അവസ്ഥയും അതുപോലെ പൊതിച്ചോറ് കളക്ട് ചെയ്യുവാനായിട്ട് ഒരുപാട് ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുന്ന അവസ്ഥ വന്നപ്പോൾ അതിൻ്റെ അടുത്ത ഘട്ടമെന്ന നിലയ്ക്ക് ഭക്ഷണം വെച്ച് അവിടെ കൊണ്ടുപോയി വിളമ്പാം എന്ന ഒരു ചിന്ത കടന്നു വരികയുണ്ടായി. അതിൻ്റെ ഫലമായിട്ട് ഞങ്ങളുടെ അടുത്തുള്ള അസിസി മന്ദിരത്തിൽ എല്ലാ ശനിയാഴ്ച ദിവസങ്ങളിലും ഭക്ഷണം വയ്ക്കുവാനായിട്ട് ഈ ജീസസ് യൂത്തിലുള്ളവർ മാത്രമല്ല അടുത്ത പ്രദേശത്തുള്ള ഒരുപാട് അമ്മച്ചിമാർ പോലും സഹായിക്കുവാനായിട്ട് വരുവാനായിട്ട് തുടങ്ങി. അതിൻ്റെ ഫലമായി ഇന്ന് എല്ലാ ശനിയാഴ്ച ദിവസങ്ങളിലും ആശുപത്രിയിൽ 150ഓളം പേർക്ക് ഭക്ഷണം കൊടുക്കുവാനായിട്ട് ദൈവം ഞങ്ങളെ ഉപകരണങ്ങളാക്കി മാറ്റുകയാണ്. Youth for Christ. യഥാർത്ഥത്തിൽ നമ്മളെല്ലാവരും സ്വതന്ത്രരാണ്. സ്വതന്ത്രമായിട്ടുള്ള ഒരു ഇൻഡിപെൻഡൻറ്റ് കൺട്രിയിലാണ് നമ്മൾ ജീവിക്കുന്നത് എന്ന് പറഞ്ഞാലും ഈശോ പറയുന്ന ഒരു വചനം പലപ്പോഴും ഹൃദയത്തിൽ ഒരു പൊള്ളലായിട്ട് നിലകൊണ്ടിട്ടുണ്ട്. പാപം ചെയ്യുന്നവൻ പാപത്തിന് അടിമയാണ്. അതുകൊണ്ട് ഞാൻ നിങ്ങളെ സ്വതന്ത്രരാക്കിയാൽ നിങ്ങൾ യഥാർത്ഥത്തിൽ സ്വതന്ത്രരായി. ഞങ്ങളുടെ പ്രായത്തിൽ ഉള്ള യൂത്ത് ഏറ്റവും കൂടുതൽ വഴിതെറ്റിപ്പോകുന്ന അല്ലെങ്കിൽ യൂത്തിൻ്റെ മുമ്പിൽ ചലഞ്ചായിട്ട് നിൽക്കുന്ന മേഖലകൾ തന്നെയാണ് ഡ്രഗ്സിൻ്റെ യൂസേജ്, മറ്റുള്ള പുകയില ഉൽപ്പന്നങ്ങളുടെ ഉപയോഗം. ഇതെല്ലാം ഞങ്ങളുടെ ചുറ്റുമുള്ള പല യുവജനങ്ങളെയും കാർന്നു തിന്നുന്നുണ്ട്. ഞങ്ങളുടെ ലൈഫിൽ തന്നെ, ഞങ്ങൾ ഓരോരുത്തരുടെ ലൈഫിൽ തന്നെ ഇതെല്ലാം ചലഞ്ച് ഏറ്റെടുത്തുകൊണ്ട് തന്നെയാണ് മുന്നോട്ട് പോകുന്നത്. അങ്ങനെ മാർട്ടിൻ ചേട്ടനെ കുറിച്ച് എനിക്ക് പറയാനുള്ളത്, അത്തരത്തിലുള്ള വലിയൊരു ബാക്ക്ഗ്രൗണ്ടിൽ നിന്നും മയക്കുമരുന്നിൻ്റെയും പുകയില ഉൽപ്പന്നങ്ങളുടെയും ഒക്കെ ഉപയോഗത്തിൻ്റെ വലിയൊരു അടിമത്തത്തിൽ നിന്നും ക്രിസ്തു സ്വതന്ത്രനാക്കിയ ഒരു വ്യക്തിയാണ്. അത്തരത്തിലുള്ള വലിയ അടിമത്തത്തിൽ നിന്നും വലിയൊരു സ്വാതന്ത്ര്യത്തിലേക്ക് കടന്നു വന്ന ഒരു അനുഭവമാണ് അദ്ദേഹത്തിന് പറയാനുള്ളത്. ഞാൻ ആലുവയിലെ പ്രധാനപ്പെട്ട ചേരി പ്രദേശത്ത് ജനിച്ചു വളർന്ന് വന്നതാണ്. ആ പ്രദേശത്ത് മദ്യത്തിനും മയക്കുമരുന്നിനും മറ്റ് അടിമകളായ ഒത്തിരി യുവജനങ്ങൾ അവരെൻ്റെ ഫ്രണ്ട്സായി മാറി. സ്വാഭാവികമായിട്ട് ഞാൻ വളർന്നു വന്നപ്പോൾ അവരിലൊരാളായിട്ട് എനിക്ക് മാറേണ്ടി വന്നു. പലപ്പോഴും എൻ്റെ അടിപൊളിയുടെയും ഞാൻ ജോലി ചെയ്താലും ആ സമയത്തെല്ലാ പൈസകൾ മദ്യത്തിനും മറ്റു കാര്യങ്ങൾക്ക് ഞാൻ ഉപയോഗിച്ച് ഒരു ആർഭാടത്തിൻ്റെതായ ഒരു ദിനമായിരുന്നു. രാത്രികളിൽ നല്ല കുടിച്ച് മദ്യമായിട്ട് നടന്ന് എനിക്ക് ആകെ കാലുകളെല്ലാം കുഴഞ്ഞ് പലതവണ ഞാൻ വീഴുകയും പല സിറ്റുവേഷനും എൻ്റെ ജീവിതത്തിലേക്ക് വന്നിട്ടുണ്ടായിരുന്നു. രാത്രി നേരം വെളുക്കോളം മദ്യം കഴിച്ച് ആ ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. അതിനുശേഷം എൻ്റെ ജീവിതത്തിലേക്ക് ഈശോ കടന്നു വന്നത് പെടുന്നുണ്ടാകുന്ന എൻ്റെ അപ്പച്ചൻ്റെ ഒരു മരണമാണ്. ആ മരണത്തിലൂടെ എനിക്ക് എൻ്റെ പ്രിയപ്പെട്ട എൻ്റെ അപ്പൻ മരിച്ചുപോടെ ഒരു നിരാശ എൻ്റെ ജീവിതത്തിലേക്ക് കടന്നു വന്ന് എൻ്റെ സന്തോഷം മുഴുവനും എൻ്റെ പോയി. അപ്പോൾ ഞാൻ വിചാരിച്ച് എനിക്ക് മദ്യത്തിനും മറ്റു ലഹരിക്കും എനിക്ക് താൽക്കാലികമായിട്ടുള്ള ഒരു അല്പ സുഖം മാത്രമേ എനിക്ക് തരാൻ പറ്റുള്ളൂ എന്നുള്ള ആ ജീവിതത്തിലേക്ക് എൻ്റെ കടന്നു വന്ന് അതിനുശേഷം ഞാനൊരു ധ്യാനം കൂടാൻ പോയി. ആ ധ്യാനത്തിൻ്റെ വെളിച്ചത്തിലേക്ക് ഞാൻ ധ്യാനം കൂടി വന്ന് വീണ്ടും ഈ സമൂഹത്തിലേക്കാണ് ഞാൻ ഇറങ്ങിച്ചെന്നത്. പക്ഷേ എന്തോ ദൈവത്തിൻ്റെ ഒരു കൃപ എന്നിലൂടെ ഉള്ളത് കാരണം എനിക്ക് പലപ്പോഴും എനിക്ക് മദ്യത്തിനും മയക്കുമരുന്നിനെല്ലാം എനിക്ക് അതിനോട് വിട പറയേണ്ടി തന്നെ വന്നു. അതുപോലെ തന്നെ ഞാനൊരു കൂട്ടായ്മയ്ക്ക് വേണ്ടി ആഗ്രഹിച്ച്, അതുവേണ്ടി നമ്മുടെ സുഹൃത്ത് വഴിയായിട്ട്
ജീസസ് യൂത്തിൻ്റെ ഒരു കൂട്ടായ്മ നസ്രത്ത് കേന്ദ്രീകരിച്ച്, നസ്രത്ത് ആശ്രമം കപ്പൂച്ചൻ്റെ കേന്ദ്രീകരിച്ച് അവിടെ കൂടുവാൻ വർഷങ്ങളോളം അവിടെ ഉണ്ടെന്നുള്ളൊരു പ്രേരണ അവിടെ ഉണ്ടായിരുന്നു. അങ്ങനെ ഞാൻ ആ ഒരു കൂട്ടായ്മയിലേക്ക് എനിക്കപ്പോൾ ആ കൂട്ടായ്മയിലേക്ക് കടന്നു വന്നപ്പോൾ എനിക്ക് ഭയങ്കര പനിയും, അന്ന് പതിവില്ലാത്തൊരു പനിയും വിറവലൊക്കെ ആയിരുന്നു. അപ്പോൾ ഞാൻ സത്യം പറയാം, എൻ്റെ കാലുമ ഷോക്സ് ഇട്ടിട്ടാണ് ഞാൻ ആ കൂട്ടായ്മയിലേക്ക് അന്ന് ആദ്യമായിട്ട് ഞാൻ കടന്ന് വന്നത്. അപ്പോൾ ആ കൂട്ടായ്മയിലേക്ക് കടന്നു വന്നപ്പോൾ എന്നെപ്പോലെ തന്നെ ഒത്തിരി യുവജനങ്ങൾ രാത്രി ഈശോയ്ക്ക് വേണ്ടി മുട്ടുമേ പ്രാർത്ഥിക്കുന്ന ആ ഒരു അനുഭവം എനിക്ക് വളരെയേറെ, അതുപോലെ തന്നെ അവരുടെ പ്രാർത്ഥനകൾ, പാട്ടുകൾ, ആരാധന, സ്തുതികൾ എല്ലാം എനിക്ക് എൻ്റെ ഹൃദയത്തിലേക്ക്, ഈശോ എൻ്റെ ഹൃദയത്തിലേക്ക് ഒത്തിരി അനുഭവം എനിക്ക് നിറച്ച്. അതുപോലെ ആ ഒരു ബേസിക്കലായിട്ട് എനിക്ക് മറ്റുള്ളവർക്ക് ഞാനിപ്പോൾ നിൽക്കുന്ന ആ ഒരു പ്രദേശത്തിലേക്ക് ഈശോയ്ക്ക് ഒത്തിരി യുവജനങ്ങളിലേക്ക് ഈശോയുടെ ആ ഒരു സന്ദേശം, ഈശോയുടെ സ്നേഹം അവർക്ക് ചൊരിയാൻ പറ്റുന്നു. ഈശോയുടെ വചനം ഇപ്രകാരം പറയുന്നു, യുവാക്കന്മാരെ നിങ്ങൾ ശക്തരാണ്, ദൈവത്തിൻ്റെ വചനം നിങ്ങളിൽ വസിക്കുന്നു. ആ ദൈവത്തിൻ്റെ വചനം മറ്റുള്ളവർക്ക് കൊടുക്കുവാൻ, ഇപ്പോൾ മദ്യം കഴിക്കുന്നവർക്ക് ഞാൻ ഇപ്പോൾ പറയാറുണ്ട്, നിങ്ങൾ മദ്യം കഴിക്കരുത്. പുകവലിക്കുന്നവരടുത്ത് ഞാൻ പറയാറുണ്ട്, നിങ്ങൾ പുക വലിക്കരുത്. ഒത്തിരി പേരെ ഈശോയിലേക്ക് അടുപ്പിക്കാൻ ഞാൻ മുഖാന്തരം അവരെ പ്രതിനിധീകരിച്ച് എന്നെ ഈശോ ആ കുപ്പക്കൂമ്പയിൽ നിന്ന് എന്നെ ഉയർത്തി ലോകത്തിന് സാക്ഷിയാകാൻ വേണ്ടി ഈശോ എന്നെ കൈപിടിച്ച് ഉയർത്തി. പ്രൈസ് ദി ലോർഡ്. ബലഹീനതയിൽ വീഴാതെ ഞങ്ങളെ പാവനാത്മാവേ നയിച്ചിടണേ. നിരാശതൻ ജീവിത ദുഃഖങ്ങൾ നേരത്ത് പാവനാത്മാവേ നയിച്ചിടണമേ. ബലഹീനതയിൽ വീഴാതെ ഞങ്ങളെ പാവനാത്മാവേ നയിച്ചിടണേ. നിരാശതൻ ജീവിത ദുഃഖങ്ങൾ നേരത്ത് പാവനാത്മാവേ നയിച്ചിടണമേ. സ്ലീഹന്മാരിൽ നിറഞ്ഞു നിന്നാത്മാവേ ഞങ്ങളിൽ വന്നു നിറഞ്ഞിടുക. പാപത്തിൻ ബന്ധനങ്ങൾ അഴിഞ്ഞിടുവാനായി പാവനാത്മാവേ നയിച്ചിടണമേ. ഈ ലോക സഹനങ്ങൾ ക്ഷമയോടെ സഹിക്കുവാൻ പാവനാത്മാവേ നയിച്ചിടണമേ. ബലഹീനതയിൽ വീഴാതെ ഞങ്ങളെ പാവനാത്മാവേ നയിച്ചിടണേ. നിരാശതൻ ജീവിത ദുഃഖങ്ങൾ നേരത്ത് പാവനാത്മാവേ നയിച്ചിടണേ. പാവനാത്മാവേ നയിച്ചിടണേ. Youth for Christ. എനിക്ക് പലപ്പോഴും ഈ ഒരു മൂമെൻറ്റിൻ്റെ ഭാഗമായിട്ട് നിൽക്കുമ്പോൾ തോന്നിയിട്ടുണ്ട്, നമ്മളുടെ ഇടയിൽ നിന്ന് തന്നെ നമുക്ക് സാക്ഷ്യങ്ങൾ നൽകുന്നു കർത്താവ്. അത് കർത്താവിൻ്റെ വലിയൊരു പ്രവൃത്തിയാണ്. ആദിമസഭയിൽ സ്ലീഹന്മാർ പരസ്പരം സാക്ഷികളായിരുന്നത് പോലെ പത്രോസ് നോക്കുകയാണെങ്കിൽ പത്രോസിന് ഒരു സാക്ഷിയായിരുന്നു. പൗലോസ് നോക്കുകയാണെങ്കിൽ പൗലോസിനൊരു സാക്ഷിയായിരുന്നു. എന്ന് പറഞ്ഞ പോലെ ഞങ്ങളുടെ ഇടയിൽ നിന്ന് തന്നെ പല ചലഞ്ചസ് ഞങ്ങളുടെ സുഹൃത്തുക്കൾ ഓരോരുത്തരായിട്ട് ഏറ്റെടുക്കാൻ നേരത്ത് അത് ചലഞ്ചസ് ഞങ്ങളുടെ മുമ്പിൽ തന്നെ ഒരു സാക്ഷ്യമായിട്ട് മാറുകയാണ്. എനിക്ക് അതിൽ ഏറ്റവും പെട്ടെന്ന് ഓർമ്മ വരുന്നത് എൻ്റെ കൂടെ ഉള്ള സർവീസ് ടീമിൽ ഞങ്ങളോടൊപ്പം ജിസ്യൂത്തിൽ വർക്ക് ചെയ്യുന്ന എൻ്റെ സുഹൃത്ത് ഗിൽസനെ തന്നെയാണ്. ഗിൽസൺ നമുക്കെന്താ അറിയാം, ആർക്കും ടൈമില്ല എന്ന് പറയാനായിട്ട് ഒരു മെയിൻ ഒരു എക്സെപ്ഷൻ പറയുന്നത് ഞങ്ങൾ നൈറ്റ് വർക്ക് ചെയ്യുന്നതുകൊണ്ട് ഞങ്ങൾക്ക് പിന്നെ ഡേ വേറൊന്നും ചെയ്യാൻ പറ്റില്ല എന്നൊരു വളരെ എക്സ്ക്യൂസ് പറഞ്ഞ് ഈസി ആയിട്ട് ഒഴിഞ്ഞു പോകുന്ന യൂത്തിനെ കണ്ടിട്ടുണ്ട്. പക്ഷേ അതിൽ നിന്നുമൊക്കെ ഞങ്ങളുടെ ഇടയിൽ നിന്ന് തന്നെ ഈശോ ഒരു സാക്ഷ്യം നൽകുന്നുണ്ട്. ഗിൽസൺ രാത്രി വർക്ക് ചെയ്തിട്ട് അതോടൊപ്പം തന്നെ ഈശോയ്ക്ക് വേണ്ടി പകൽ ടൈം വർക്ക് ചെയ്യുന്ന, കഠിനമായിട്ട് അധ്വാനിച്ച് ഈശോയ്ക്ക് വിറ്റ്നസ് ചെയ്യുന്ന ഒരു വ്യക്തിയാണ് ഗിൽസൺ. എനിക്ക് തോന്നുന്നു കുറച്ചുകൂടി കൂടുതലായിട്ട് അതിനെക്കുറിച്ച് പറയാനായിട്ട് സാധിക്കും. ഞാനൊരു ഔട്ട്സോഴ്സിങ് മൾട്ടിനാഷണൽ കമ്പനിയിൽ നൈറ്റ് ഷിഫ്റ്റ് വർക്ക് ചെയ്യുന്ന ഒരു എംപ്ലോയിയാണ്. അപ്പോൾ എൻ്റെ ജീവിതത്തിൽ കൂടുതലും ദൈവത്തെ അനുഭവിച്ചറിയാനായിട്ടും ദൈവത്തെ സ്നേഹിക്കാനായിട്ടും കൂടുതൽ സമയം ചെലവഴിക്കാനായിട്ട് എനിക്ക് സാധിക്കാതെ വരാതെ പോകാറുണ്ട് മിക്കപ്പോഴും. പക്ഷേ ദൈവത്തിൻ്റെ സ്നേഹം കൂടുതലായിട്ട്, അല്ലെങ്കിൽ ദൈവം എൻ്റെ ജീവിതത്തിലേക്ക് കനിഞ്ഞിരിക്കുന്ന അനുഗ്രഹങ്ങളെ കൂടുതലായിട്ട് ഞാൻ കാണുമ്പോൾ എനിക്ക് കൂടുതലും മുന്നോട്ട് പോകാൻ തന്നെയാണ് തോന്നുന്നത്. കാരണം
എൻ്റെ കൂട്ടുകാരെല്ലാം ഡേ ഷിഫ്റ്റിൽ വർക്ക് ചെയ്യുമ്പോൾ അവർ നൈറ്റിൽ മാത്രമേ ഫ്രീ ആകാനായിട്ട് സാധിക്കുകയുള്ളൂ. പക്ഷേ എനിക്ക് ഇവർ ഫ്രീ ആവുന്ന സമയത്ത് എനിക്ക് ജോലിക്ക് പോകേണ്ട അവസ്ഥയിലേക്ക് വരികയാണ്. പക്ഷേ എനിക്ക് ഡേയിൽ കിട്ടുന്ന സമയം കൂടുതൽ ദൈവത്തിന് വേണ്ടി ചിലവഴിക്കുമ്പോൾ പിന്നെ ഉറക്കം വരുന്ന അവസ്ഥകൾ, ഈ ഉറക്കം എല്ലാം ദൈവത്തിന് വേണ്ടി സമർപ്പിക്കുമ്പോൾ എൻ്റെ ജീവിതത്തിൽ കൂടുതൽ നന്മകൾ കടന്നു വരികയാണ്. അതുപോലെ തന്നെ എനിക്ക് ഒറ്റയ്ക്ക് ചെയ്യാൻ പറ്റില്ല എന്ന് വിചാരിച്ച കുറേ സംഭവങ്ങൾ ദൈവം എൻ്റെ ജീവിതത്തിൽ അനുഗ്രഹങ്ങളായിട്ട്, അതായത് ഒറ്റയ്ക്ക് എന്തെങ്കിലും ചെയ്യാനായിട്ട് നിൽക്കുമ്പോൾ എന്നെക്കൊണ്ട് ഇത് സാധിക്കുമോ എന്ന് ഞാൻ പലപ്പോഴും ദൈവത്തോട് ചോദിച്ചിട്ടുണ്ട്. പക്ഷേ പ്രാർത്ഥനയുടെ ശക്തിയിൽ ദൈവം എനിക്കെല്ലാം സാധിച്ചു തരുന്നു. ഒന്നും ചെയ്യാൻ പറ്റില്ല എന്ന് പലപ്പോഴും ഞാൻ പിന്നോട്ട് വലിയുമ്പോഴും ഈശോയുടെ ആ പ്രാർത്ഥനയുടെ ശക്തി അല്ലെങ്കിൽ ആ ദൈവത്തിൻ്റെ സ്നേഹത്തിൻ്റെ ശക്തി എന്നെ മുന്നോട്ട് നയിക്കുന്നു. എനിക്ക് ഒന്നേ പറയാനുള്ളൂ, നമ്മൾ ദൈവത്തെ പ്രതി എന്ത് ചെയ്താലും ദൈവം കൂടുതലായിട്ട് നമ്മുടെ ജീവിതത്തിൽ അനുഗ്രഹങ്ങൾ വർഷിക്കാനായിട്ട് ഇടവരും. ഏറെ കാലഘട്ടങ്ങളായി ഇവരുടെ കൂടെ ആയിരിക്കുവാൻ സാധിച്ച ഓർമ്മയാണ് എൻ്റെ മനസ്സിലുള്ളത്. പ്രത്യേകിച്ചും ജീസസ് യൂത്തിൻ്റെ 6 പില്ലേഴ്സ് നമുക്കറിയാം. പേഴ്സണൽ പ്രയർ, വേർഡ് ഓഫ് ഗോഡ്, സാക്രമെൻ്റൽ ലൈഫ്, ഇവാഞ്ചലൈസേഷൻ, ഔട്ട്റീച്ച് പ്രോഗ്രാംസ്, ഇതിലെല്ലാം ഏറെ തനതായ രീതിയിൽ ആവേശത്തോടും ഉത്സാഹത്തോടും കൂടെ ആയിരിക്കുന്ന ഈ യുവ സഹോദരങ്ങളുടെ ജീവിത മാതൃക നമുക്കെല്ലാവർക്കും ഏറെ പ്രചോദനാത്മകമാണ്. കാരണം പലവിധ ജോലികളിലും പലവിധ പഠനങ്ങളിലും ഉത്തരവാദിത്വങ്ങളിലും ആയിരിക്കുന്ന ഇവർ ഈ ശൈലി മുൻകൂട്ടി സ്വീകരിക്കുവാനും അതിൽ ഉറച്ചു നിന്നുകൊണ്ട് തങ്ങളുടെ ജീവിതത്തെ ക്രമപ്പെടുത്തുവാനും ശ്രമിക്കുന്നത് കാണുമ്പോൾ നമുക്ക് തന്നെ ഒരു ആത്മീയ ഉണർവും ആത്മീയ സന്തോഷവും ലഭിക്കുന്നു എന്ന സത്യം നിങ്ങളോട് പങ്കുവയ്ക്കുവാൻ എനിക്കേറെ സന്തോഷമുണ്ട്. ഒത്തിരിയേറെ ജോലി തിരക്കുകൾക്കിടയിലും ഒന്നിച്ചു കൂടുവാനും തങ്ങളുടെ വിശ്വാസ ജീവിതത്തെക്കുറിച്ച് പങ്കുവയ്ക്കുവാനും ഇവർ പരിശ്രമിക്കാറുണ്ട്. ഇവരോടുകൂടി ആയിരിക്കുമ്പോൾ എനിക്ക് ഒത്തിരിയേറെ സന്തോഷം തോന്നാറുണ്ട്. കാരണം എല്ലാ ഉത്തരവാദിത്വങ്ങളെയും കൂട്ടി ഒരുക്കി ഒരുമിപ്പിച്ച് അവർ ഈശോയ്ക്ക് വേണ്ടി ജീവിക്കുവാനും ഈശോയോടൊപ്പം ആയിരിക്കുവാനും വചനം പങ്കുവയ്ക്കുവാനും അങ്ങനെ നല്ലൊരു വിശ്വാസ ജീവിത ശൈലി ക്രമപ്പെടുത്തുവാനും ഇവർ ശ്രമിക്കുന്നു. നിങ്ങൾ ലോകത്തിൻ്റെ പ്രകാശമാണ് എന്ന് ഈശോ പറഞ്ഞ വചനം ഞങ്ങളുടെ ഹൃദയത്തിനെ ഒത്തിരിയേറെ സ്വാധീനിക്കുന്നു. നിങ്ങളായിരിക്കുന്ന ഇടങ്ങളിൽ എനിക്ക് വേണ്ട എങ്ങനെ എന്നെ പ്രഘോഷിക്കാൻ പറ്റും, എനിക്ക് വേണ്ടി എങ്ങനെ നിലനിൽക്കാൻ സാധിക്കും എന്ന് ഈശോ ഞങ്ങളെ ഓരോ ദിവസവും പഠിപ്പിക്കുന്നതായിട്ടാണ് തോന്നുന്നത്. ഞങ്ങളുടെ എല്ലാം ലൈഫ് എടുത്തു കഴിഞ്ഞാൽ ഞങ്ങൾ പഠിക്കുന്നവരുണ്ട്, ജോലി ചെയ്യുന്നവരാണ് കൂടുതലും. ആരും വേക്കൻ്റായിട്ട് ടൈമുള്ളവരല്ല, എല്ലാവരും ബിസി ഷെഡ്യൂളിൽ തന്നെ ഉള്ള ആളുകളാണ്. പക്ഷേ ഞങ്ങൾ എവിടെ ചെല്ലുന്നോ അവിടെ ക്രിസ്തുവിനെ കൊണ്ടുപോകുക എന്നുള്ളൊരു മിഷൻ സ്പിരിറ്റിലാണ് ഓരോ ദിവസവും മുന്നോട്ട് പോകുന്നത്. അതിൻ്റെ ഭാഗമായിട്ടാണ് ഇവിടെ ഓർഗനൈസ് ചെയ്യപ്പെടുന്ന യൂത്ത് റിട്രീറ്റുകൾ, വൺ ഡേ പ്രോഗ്രാംസ്. ഇപ്പോൾ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് ആലുവയിൽ ഇതിനു മുമ്പുണ്ടായിരുന്ന യുവജനങ്ങൾ, അവരും ക്രിസ്തുവിനെ പറ്റി അവർ ചെല്ലുന്ന സ്ഥലങ്ങളിലെല്ലാം ക്രിസ്തുവിനെ പറ്റി പ്രഘോഷിക്കാനായിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ചേട്ടന്മാരാണ്. അവരിപ്പോൾ പുതിയൊരു കാഴ്ചപ്പാട് ഈശോ അവർക്ക് നൽകിയിട്ടുണ്ട്. ഇനി അവിടെ ആയിരിക്കുന്ന സ്ഥലങ്ങളിൽ നിന്നുണ്ട്, ഇന്ത്യക്ക് പുറത്ത് ജോലി ചെയ്യുന്നവരുണ്ട്, ഇല്ല ഇന്ത്യയിൽ തന്നെ പല സ്റ്റേറ്റുകളിൽ ജോലി ചെയ്യുന്നവരുണ്ട്. അവർ പുതിയ ഒരു മിഷനായിട്ട് വരികയാണ്. ഇനി ഞങ്ങൾക്ക് എന്ത് ചെയ്യാനായിട്ട് സാധിക്കും, ഞങ്ങൾ പല സ്ഥലത്ത് സ്കാറ്റേർഡാണ്, ഇനി ഞങ്ങൾക്ക് എന്ത് ചെയ്യാനായിട്ട് സാധിക്കും എന്നുള്ളൊരു ചിന്തയിൽ സിയ 2016 ക്രൈസ്റ്റ് ഈസ് അലൈവ് എന്ന് പറയുന്ന ഒരു 2 ഡേ പ്രോഗ്രാം യുവജനങ്ങളെല്ലാം ഒരുമിച്ച് കൂടിയിട്ട് വീണ്ടും തിങ്കിങ് ആണ്. ഞങ്ങളായിരിക്കുന്ന അവസ്ഥയിൽ ഞങ്ങൾക്ക് ഇനി എന്ത് ചെയ്യാനായിട്ട് സാധിക്കും, അതുപോലെ മിഷൻ ഏരിയയിൽ ഞങ്ങൾക്ക് എന്ത് ചെയ്യാൻ സാധിക്കും, ഈ ആലുവ സെപ്സോണിൻ്റെ ആക്ടിവിറ്റീസ് ഞങ്ങൾക്ക് എങ്ങനെ സഹായിക്കാനായിട്ട് ഇൻവോൾവ് ചെയ്യാനായിട്ട് സാധിക്കും എന്നതിനെപ്പറ്റി ചിന്തിക്കുകയാണ്. പലതരത്തിൽ കപ്പാസിറ്റീസ് ഉള്ള ആളുകളായിരിക്കും. ചില ആളുകൾക്ക് ഫിനാൻഷ്യൽ കപ്പാസിറ്റി ആയിരിക്കാം ഉള്ളത്, ചില ആളുകൾക്ക് വേറെ ഏതെങ്കിലും ടാലൻ്റ് ആയിരിക്കാം. അവരെല്ലാവരും അവരായിരിക്കുന്ന സിറ്റുവേഷനിൽ എങ്ങനെ ഈശോയ്ക്ക് കൊടുക്കുന്നു എന്നതിനെപ്പറ്റി ചിന്തിക്കുകയാണ്. ഞങ്ങളുടെ കൂട്ടത്തിലുള്ള ചില ചേട്ടന്മാർ, ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ എബ്രോഡ് ജോലി ചെയ്യുന്ന ആളുകളുണ്ട്. അവരോട് സംസാരിക്കുമ്പോൾ അവർ പറയും, ഞങ്ങളുടെ ഫിസിക്കൽ പ്രസൻസ് നിങ്ങളുടെ കൂടെയില്ല, പക്ഷേ ഞങ്ങളുടെ പ്രാർത്ഥനകൾ നിങ്ങളുടെ ആക്ടിവിറ്റീസിനോടൊപ്പം ഉണ്ട്. അതുപോലെ തന്നെ അവർ പലപ്പോഴും ഫിനാൻഷ്യൽ സപ്പോർട്ട് തന്ന് ഇവിടുത്തെ ആക്ടിവിറ്റീസിന് സഹായിക്കാറുണ്ട്. അവർ ഈശോയോട് കാണിക്കുന്ന വലിയൊരു കമ്മിറ്റ്മെൻറ്റിൻ്റെ ഭാഗമാണത്. അതുപോലെ തന്നെ വിവിധ തരത്തിൽ ടാലൻറ്റ്, മ്യൂസിക്കിൻ്റെ ടാലൻസ് ഉള്ള ആളുകൾ ഇടയിലുണ്ട്. ജോലി ചെയ്യുന്ന സ്ഥലങ്ങളിൽ സ്പെഷ്യലായിട്ട് സ്കിൽഡ് ലേബേഴ്സ് ആയിട്ടുള്ള ആളുകളുണ്ട്, സ്പെഷ്യൽ സ്കിൽസ് വർക്കൗട്ട് ചെയ്യുന്നവരുണ്ട്. ഇവരെല്ലാവരും അവരായിരിക്കുന്ന അവസ്ഥയിൽ
ഈശോയ്ക്ക് വേണ്ടി പ്രകാശമാകുന്നു, പ്രഘോഷിക്കുന്നു. അതുപോലെ തന്നെ മിഷൻ ഫീൽഡിലും കർത്താവ് നൽകിയിരിക്കുന്ന മിഷൻ ഏരിയയിലും അവരുടെ ടാലൻസും എല്ലാം ഉപയോഗിച്ച് മുന്നോട്ട് പോകുന്നു. ലൈഫ് ഈശോ പറയുന്ന വചനത്തിന് അനുസൃതമായിട്ട് മുന്നോട്ട് പോകുമ്പോൾ, അനേകർക്ക് സാക്ഷ്യമായിട്ട് മാറുമ്പോൾ ഞങ്ങളുടെ ഹൃദയത്തിന് ഒത്തിരിയേറെ സന്തോഷമുണ്ട്. തീർച്ചയായിട്ടും ഞങ്ങൾക്കറിയാം ഈശോയെപ്പോലെ പ്രകാശിക്കുവാൻ ഞങ്ങൾക്ക് സാധ്യമല്ല, ഈശോയെപ്പോലെ സ്നേഹിക്കുവാൻ ഞങ്ങൾക്ക് സാധ്യമല്ല. പക്ഷേ ഈശോ ഒരു സൂര്യനെ പോലെ പ്രകാശിക്കുമെങ്കിൽ ഒരു മിന്നാമിനിങ്ങിനെ പോലെ പ്രകാശിക്കുവാനായിട്ട് ഞങ്ങൾക്ക് സാധിക്കും. ഈശോയോട് ഞങ്ങൾ പലപ്പോഴും ഞങ്ങളുടെ ജീവിതം കൊണ്ട് പറയാൻ ശ്രമിക്കുന്നുണ്ട്, കർത്താവേ, ഒരു ദിവസം നീ അസ്തമിച്ച് പോയാലും ഞങ്ങളാകുന്ന മിന്നാമിനുങ്ങുകൾ ഞങ്ങളിങ്ങനെ വെളിച്ചം പകർന്നുകൊണ്ട് ഞങ്ങളാകുന്ന വെളിച്ചം അനേകരിലേക്ക് എത്തിക്കുവാനായിട്ട് ഞങ്ങൾ ശ്രമിക്കും എന്ന് പറയാനുണ്ട്. ആ ലൈഫ് സ്റ്റൈലിൽ തന്നെ മുന്നോട്ട് പോകുവാനും അനേകരിലേക്ക് ക്രിസ്തുവിനെ കൊണ്ടുപോകാനും ഈശോയുടെ വചനങ്ങൾ എത്തിക്കുവാനും ഒക്കെ ഇനിയും ഞങ്ങളുടെ ലൈഫിൽ കർത്താവ് അവസരങ്ങൾ ഒരുക്കുമ്പോൾ അതിനോടെല്ലാം കർത്താവിനോട് ചേർന്ന് നിന്നുകൊണ്ട്, ദൈവപദ്ധതിയോട് ചേർന്ന് നിന്നുകൊണ്ട്, പുഞ്ചിരിയോടുകൂടെ ചെറിയ ചെറിയ ചലഞ്ചസിനെ എല്ലാം നേരിട്ടുകൊണ്ട് മുന്നോട്ട് പോകുവാനാണ് ഞങ്ങളുടെ തീരുമാനം. അതിനായിട്ട് ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാനായിട്ട് ഈശോ തന്നിട്ടുള്ള തിരുസഭയിലെ ഞങ്ങളുടെ ബഹുമാനപ്പെട്ട വൈദികർ, സിസ്റ്റേഴ്സ് എല്ലാം ഞങ്ങളോടൊപ്പം ഉണ്ട്. പ്രവർത്തനങ്ങളിൽ ഞങ്ങളെ ഉത്തേജിപ്പിക്കാനായിട്ട് ഞങ്ങളുടെ വിശുദ്ധരുടെ മധ്യസ്ഥം ഞങ്ങൾക്കുണ്ട്, പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥമുണ്ട്, ഞങ്ങളുടെ കാവൽ മാലാഖമാർ ഞങ്ങൾക്ക് വേണ്ടി ഈശോയുടെ മുഖം കണ്ടുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. ഇതെല്ലാം ഈ ഒരു ലൈഫ് സ്റ്റൈലിൽ തുടർന്നു കൊണ്ട് പോകാനായിട്ട് ഞങ്ങളുടെ ക്യാപിറ്റലും ഞങ്ങളുടെ പിന്നിൽ പ്രവർത്തിക്കുന്ന ലഹരിയുമാണ്. ഇന്നത്തെ യൂത്ത് ഫോർ ക്രൈസ്റ്റ് ഇവിടെ പൂർണ്ണമാകുന്നു. അടുത്ത ആഴ്ച വീണ്ടും കാണാം.